നമസ്കാരം. അരുൾ വഴങ്ങുവത് സുന്ദര മഹാലിംഗം, പൊരുൾ വഴങ്ങുവത് ചന്ദന മഹാലിംഗം. ചതുരഗിരി മലയിലുള്ള ശിവഭഗവാനെ പറ്റിയുള്ള തമിഴ് പഴമൊഴിയാണിത്. ഇവിടെ ഒരു പ്രാവശ്യം വന്ന് ഭഗവാനെ ദർശിച്ചാൽ 100 വർഷം ആരോഗ്യത്തോടെയിരിക്കാം എന്ന് വിശ്വസിക്കപ്പെടുന്ന സിദ്ധന്മാരുടെ തപഭൂമിയായ ചതുരഗിരി മലയെപ്പറ്റിയും അവിടെയുള്ള ശിവക്ഷേത്രങ്ങളെപ്പറ്റിയും മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമികു സുന്ദര മഹാലിംഗം തിരുക്കോവിൽ, അരുൾമികു ചന്ദന മഹാലിംഗം തിരുക്കോവിൽ. ഈ ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിൽ വിരുദുനഗർ ജില്ലയിലുള്ള ചതുരഗിരി എന്ന മലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവരായി ശിവഭഗവാൻ സുന്ദര മഹാലിംഗം, ചന്ദന മഹാലിംഗം എന്നീ നാമങ്ങളിലും ദേവി ശ്രീപാർവതി, ആനന്ദവല്ലിയമ്മൻ, ചന്ദന മഹാദേവി എന്നീ നാമങ്ങളിലും അറിയപ്പെടുന്നു. ചതുരഗിരി എന്നത് തെൻ തമിഴകത്തിൻ പടിഞ്ഞാറ് തുടർച്ചിമലയുടെ തെക്ക് ഭാഗത്തുള്ള ശിവഗിരി, വിഷ്ണുഗിരി, ബ്രഹ്മഗിരി, സിദ്ധഗിരി എന്നീ 4 മലകൾക്ക് നടുവിലുള്ള മലയാണ്. തിരുവണ്ണാമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിദ്ധന്മാർ വാഴുന്ന പുണ്യഭൂമിയാണിത്. സമുദ്രനിരപ്പിൽ നിന്നും 4500 അടി ഉയരത്തിലുള്ള ഈ മലയുടെ വിസ്താരം 64,000 ഏക്കർ. ശിവപുരാണ പ്രകാരം 4 വേദങ്ങൾ മലകളായി കുടികൊള്ളുന്നതിനാലും ദിശയ്ക്ക് 4 മലകൾ വീതം 16 മലകൾ ചതുരം പോലെ കാണപ്പെടുന്നതിനാലും ഈ മലയ്ക്ക് ചതുരഗിരി എന്ന നാമം വന്നു. വിരുദുനഗർ വനപാലകരുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോഴീ മല. ചതുരഗിരി ഒരു വിനോദസഞ്ചാര കേന്ദ്രമോ പരിഹാര സ്ഥലമോ അല്ല. യുഗയുഗങ്ങളായി സിദ്ധന്മാരും ഋഷികളും സൂക്ഷ്മ ഉടലുമായി ജീവിക്കുന്ന ദിവ്യഭൂമിയാണിത്. ഇവിടെ വീശുന്ന കാറ്റുപോലും ദൈവിക മൂലിക സുഗന്ധങ്ങൾ നിറഞ്ഞത്. ഈ മലയിൽ അപൂർവമായ പല വനമൂലികകളും പറക്കും പാമ്പ് മുതൽ സകല വന്യജീവികളും 275 പരം പക്ഷിവർഗങ്ങളും പുഷ്പലതാദികളുമുണ്ട്. അത്രി മഹർഷിയുടെ ഭാര്യ അനസൂയ തന്റെ തപശക്തിയാൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ കുഞ്ഞുങ്ങളാക്കിയ ഇടം ചതുരഗിരി. ഭൃഗണ്ഡു മഹർഷിയും പത്നി മിത്രാവതിയും യാഗം ചെയ്ത് മാർക്കണ്ഡേയനെ മകനായി ലഭിച്ച ഇടം ചതുരഗിരി. ഗോരക്കർ സിദ്ധരും ബ്രഹ്മമുനിയും ചേർന്ന് സഞ്ജീവി തപം ചെയ്ത ഇടം ചതുരഗിരി. അഗസ്ത്യ മഹർഷിക്ക് ശ്രീപരമേശ്വരനും പാർവതീദേവിയും വിവാഹവേഷത്തിൽ ദർശനം കൊടുത്ത സ്ഥലം ചതുരഗിരി. ഉമ ഈശന്റെ ശരിപാതിയായി മാറാൻ തപമിരുന്ന മല ചതുരഗിരി. രാമരാവണ യുദ്ധത്തിൽ മുറിവേറ്റ ലക്ഷ്മണന് വേണ്ടി ആഞ്ജനേയർ സഞ്ജീവിമല എടുത്തുകൊണ്ടു പോകുമ്പോൾ താഴെ വീണ കുറച്ചു ഭാഗമാണ് ചതുരഗിരി. ബോഗർ സിദ്ധർ ഇവിടെയിരുന്നാണ് പഴനിയിലെ നവപാഷാണ ദണ്ഡായുധ പാണിശില നിർമ്മിച്ചത്. അഗസ്ത്യനാടിയിൽ പറഞ്ഞ പ്രകാരം അസുരന്മാരുടെ ശല്യം സഹിക്കാനാവാതെ സിദ്ധന്മാരും ഋഷികളും വലഞ്ഞപ്പോൾ ശിവഭഗവാൻ തന്റെ തൃക്കണ്ണിനാൽ അസുരന്മാരെ നാമാവശേഷമാക്കിയ ഇടം എന്നിങ്ങനെ പറഞ്ഞാലും തീരാത്തത്ര വിശേഷങ്ങളുണ്ട് അമാനുഷികത നിറഞ്ഞ ഈ മലയ്ക്ക്. ചതുരഗിരി മലയിലുള്ള കൽ ആൽമരം വളരെ പ്രസിദ്ധിയുള്ളത്. ഇതിന് താഴെയിരുന്ന് ധ്യാനിച്ചാൽ ആഗ്രഹിച്ചത് നിറവേറും എന്നാണ് വിശ്വാസം. ഈശ്വരാനുഗ്രഹം ഉള്ളവർക്ക് ഇവിടെ കാലുകുത്താനാവൂ എന്നാണ് പറയുന്നത്. തെൻകൈലാസം എന്നറിയപ്പെടുന്ന ഈ മലയിൽ കൈലാസഗിരി, ഇന്ദ്രഗിരി, ചന്ദ്രഗിരി, സൂര്യഗിരി, ബ്രഹ്മഗിരി, കുബേരഗിരി, സിദ്ധഗിരി, യമഗിരി, ശിവഗിരി, ശക്തിഗിരി, മേരുഗിരി, ഉദയഗിരി എന്നിങ്ങനെ പല മലകളുണ്ട്. ചന്ദ്രതീർത്ഥം, കൗണ്ഡിന്യതീർത്ഥം, ആകാശഗംഗാ തീർത്ഥം, മഞ്ഞളാറ്റു തീർത്ഥം, പൊയ്കെ തീർത്ഥം, ബ്രഹ്മതീർത്ഥം, നാഗസുന്യ തീർത്ഥം, കുളിരൂട്ടി തീർത്ഥം എന്നിങ്ങനെ പല തീർത്ഥങ്ങൾ ചതുരഗിരി മലപ്പകുതികളിലുണ്ട്. പല യുഗങ്ങളിലായി പല സിദ്ധന്മാരും മഹർഷിമാരും ഇവിടെ ആശ്രമങ്ങൾ നിർമ്മിച്ച് തപം ചെയ്തിട്ടുണ്ട്. താണിപ്പാറയിൽ അത്രി മഹർഷി, കൈലാസഗിരിയിൽ മച്ചമുനി അഴകാനന്ദ സിദ്ധർ, ചന്ദ്രഗിരിയിൽ ഗോരക്കർ സിദ്ധർ, വിഷ്ണുഗിരിയിൽ രാമദേവർ, മേരുഗിരിയിൽ ദുർവാസാവ് മഹർഷി, ചന്ദന മഹാലിംഗ മലയിൽ സട്ടേമുനി, കുംഭമലയിൽ അഗസ്ത്യർ, മഹേന്ദ്രഗിരിയിൽ ബോഗർ സിദ്ധർ, സഞ്ജീവി മലയിൽ കാകഭുജണ്ഡ മഹർഷി, ഇന്ദ്രഗിരിയിൽ രോമസ മഹർഷി, യൂഗിമുനി, ചതുരഗിരിയിൽ സുന്ദരാനന്ദർ, ബ്രഹ്മഗിരിയിൽ ബ്രഹ്മമുനി, സിദ്ധഗിരിയിൽ കാളങ്കിനാഥർ, നന്ദീശ്വരർ, തപജ്ഞാന സിദ്ധർ, കാലവമുനി, ശിവഗിരിയിൽ ധന്വന്തരി മേഘസഞ്ചാര മഹർഷി, കുബേരഗിരിയിൽ ഗുരുരാജ ഋഷി, ആകായ കൗന ഋഷി, സൂര്യഗിരിയിൽ കൊങ്കണ സിദ്ധർ, ഭൃങ്കിമുനി, തിരുക്കൈലായ പാറയിൽ യാക്കോപ്പ് മുനിവർ, മാവൂറ്റൂർ തപോവനത്തിൽ ഉദയഗിരി സിദ്ധർ എന്നിങ്ങനെ പോകുന്നു സിദ്ധന്മാരുടെ പട്ടിക. ഏതൊരു സിദ്ധരുടെ ജീവചരിത്രം എടുത്താലും അതിൽ തപഭൂമിയിൽ 1-ാം സ്ഥാനത്താണ് ചതുരഗിരി മല. സിദ്ധന്മാരുടെ സമ്മേളന സ്ഥലമായ ഈ മലയിൽ ഇപ്പോഴും അവർ ഭൂമിയെപ്പറ്റി വിശകലനം ചെയ്യുകയും അവരുടെ കണ്ടുപിടുത്തങ്ങൾ തുടരുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. പല രൂപത്തിലും ഭക്തർ പലരും അവരെ ദർശിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ചതുരഗിരി മലയിലേക്ക് തീർത്ഥയാത്ര വരുന്നവർ അവശ്യം സന്ദർശിക്കേണ്ട സ്ഥലങ്ങളാണ് ജടാധാരി അമ്മൻ കോവിൽ, താണിപ്പാറ, ആശീർവാദ വിനായകർ, കർപ്പസ്വാമി, കുതിരയൂട്ട് അല്ലെങ്കിൽ മാങ്കനിയോട, വഴുക്കപ്പാറ, അത്തിയൂട്ട്, കോണത്തലവാസൽ, ഗോരക്കർ ഗുഹ, അരിസിപ്പാറ, കാലട്ട നാൽക്കാലിപ്പാറ, ഇരട്ടലിംഗം, നാവലൂട്ട്, പശുക്കിടെ, പിലാവടി കറുപ്പ്, മൂലികക്കിണർ, സുന്ദര മഹാലിംഗം കോവിൽ, ചന്ദന മഹാലിംഗം കോവിൽ, ആനന്ദവല്ലിയമ്മൻ സന്നിധി, 18 സിദ്ധന്മാർ കോവിൽ, കാളികാ പെരുങ്കാട്, കാളികാ തീർത്ഥം, ജ്യോതിമരം, വനദുർഗ, തപസ്വി ഗുഹ, നവഗ്രഹമല, നെല്ലിവനം, വെള്ളപ്പിള്ളയാർ, അടുക്കുപ്പാറ, ഐസുപ്പാറ, മൂലികാവനം, മുഗരവേങ്കി മരം, പെരിയ മഹാലിംഗം, പെരിയ കൽത്തിരുവോട്.
കോവിലിലേക്ക് പോകുന്ന വഴിക്കരികിലും ചുറ്റുപ്രദേശത്തുമായാണ് ഈ പറഞ്ഞവയെല്ലാം. ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ പലതിനും പ്രവേശനാനുമതി ഇല്ല. അതിലൊന്നാണ് തപസിപ്പാറ. സമുദ്രനിരപ്പിൽ നിന്നും 5000 അടി ഉയരത്തിലാണ് ഈ സ്ഥലം. ചന്ദനമഹാലിംഗം ക്ഷേത്രത്തിൽ നിന്ന് 2 മണിക്കൂറെങ്കിലും എടുക്കും കാട്ടുപാതയിലൂടെ ആപത്ത് പതുങ്ങിയിരിക്കുന്ന ഈ സ്ഥലത്തെത്താൻ. കേരളത്തിലെ തിരുവില്യാമല പുനർജനി പോലെയുള്ള ഗുഹയാണ് തപസ്വി ഗുഹ. ഇതിനുള്ളിൽ 18 സിദ്ധന്മാരും ശിവഭഗവാനെ പൂജിക്കുന്നതായി പറയപ്പെടുന്ന ശിവലിംഗമുണ്ട്. ഗുഹയ്ക്ക് മുകളിലായി കാണപ്പെടുന്ന 9 പാറകളാണ് നവരത്നക്കല്ലുകൾ. അവിടെ നിന്ന് നോക്കിയാൽ സുന്ദരമഹാലിംഗം കോവിൽ ചെറുതായി കാണാം. തപസിപ്പാറയുടെ മറുവശത്ത് വലിയൊരു ശിവലിംഗം പോലെയുള്ള പാറയുണ്ട്. പെരിയ മഹാലിംഗം എന്നറിയപ്പെടുന്ന ശിലയുടെ പിൻവശത്ത് മരത്തിന്റെ വേരുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ കാണുന്നവർക്ക് ശിവഭഗവാന്റെ ജടാമുടി പോലെ തോന്നിക്കും. മുമ്പ് ഭക്തർ ഇവിടെ പോയിരുന്നു. ഇവിടെയുള്ള ശിവലിംഗത്തിന് ശിവരാത്രിക്ക് മാത്രമാണ് അഭിഷേകം. തപസിപ്പാറ കണ്ട് താഴെ ഇറങ്ങുമ്പോൾ കുളിർ തരുന്ന ഏസിപ്പാറ, വിനായകർ പോലെ തോന്നിക്കുന്ന വെള്ളാപ്പിള്ളയാർ പാറ, പലകക്കാൽ വിനായകർ ശില, നടുനാട്ടു നാഗർ സന്നിധി എന്നിവയുണ്ട്. കൊല്ലിമലയിലും രംഗമലയിലും പർവ്വതമലയിലുമുള്ളതുപോലെ രാത്രിയിൽ പ്രകാശം പരത്തുന്ന ജ്യോതിപ്പുല്ല്, സഞ്ജീവി മൂലികകൾ, കരുന്നെല്ലി, ചാർണച്ചെടികൾ, ഛായാവൃക്ഷങ്ങൾ എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര മൂലികവൃക്ഷങ്ങൾ ഈ കാടുകളിലുണ്ട്. തപസ്വിമലയ്ക്ക് താഴെ കർക്കണ്ടമലയടി വാരത്തിൽ സുണങ്കവൃക്ഷം എന്നൊന്നുണ്ട്. ഇതിന്റെ കായ്കൾ താഴെ വീഴുമ്പോൾ നായ്ക്കുട്ടി കരയുന്നത് പോലെ സ്വരമുണ്ടാകും. അതേപോലെ ഏറഴിഞ്ച മരം. ഇതിന്റെ കായ്കൾ താഴെ വീണാൽ 10 മിനിറ്റിനുള്ളിൽ മരത്തിൽ പോയി ഒട്ടും. കുറച്ച് ദൂരത്ത് വീണാൽ കൂടി തോൽ പോയാൽ കാന്തം പോലെ വന്ന് മരത്തിലൊട്ടുമത്രേ. ഇതിന്റെ കായ് കൊണ്ട് സിദ്ധവൈദ്യന്മാർ വശ്യത്തിന് മഴി തയ്യാറാക്കുന്നു എന്നാണ് പറയുന്നത്. ചതുരഗിരിയിൽ നന്ദീശ്വരർ വനത്തിൽ കണയെരുമ അല്ലെങ്കിൽ എരുമ കണച്ചാൻ എന്നൊരു മരമുണ്ട്. ആരെങ്കിലും മരത്തിനടിയിൽ ചെന്നാൽ എരുമ കരയുന്നത് പോലെ കരയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. അതേപോലെ അർദ്ധരാത്രിയിൽ മാത്രം കഴുത കരയുന്നത് പോലെ ശബ്ദമുണ്ടാക്കുന്ന മരങ്ങളുമുണ്ട്. ഈ മരങ്ങളുടെ പശ അല്ലെങ്കിൽ പാൽ പാഷാണം നിർമ്മിക്കുന്ന കൂട്ടുകളിൽ പ്രധാനം. ഇതല്ലാതെ കൊല്ലിമലയിലേതുപോലെ മനുഷ്യരെ ഭക്ഷിക്കുന്ന മരങ്ങളും മതിമയക്കി വനവും ഇവിടെയുമുണ്ട്. ഈ മൂലിക ദേഹത്ത് മുട്ടിയാൽ, ഈ വനത്തിനുള്ളിൽ അകപ്പെട്ടാൽ ബുദ്ധിസ്ഥിരതയില്ലാതെ വഴിതെറ്റി അവിടെ നിന്നും പുറത്തു കടക്കാനാവാതെ മരണപ്പെടുമെന്നതാണ് പറയുന്നത്. ചന്ദനമഹാലിംഗം കോവിലിന് മുകൾ ഭാഗത്തായിട്ടുള്ള വനത്തിൽ കന്നിമാർ ഓട എന്ന അരുവിയുണ്ടെന്നും മനുഷ്യർ സ്പർശിക്കുന്ന പക്ഷം ആ അരുവി അപ്രദർശ്യമാവുമെന്നും കൽസുനെ എന്ന അരുവിയിൽ മനുഷ്യർ കൈകാൽ നനച്ചാൽ കല്ലായി മാറും എന്നും വിശ്വാസമുണ്ട്. ഇവിടെയെല്ലാം ആരെങ്കിലും ഈ അടുത്ത കാലത്ത് പോയിട്ടുണ്ടോ, പോയവർ തിരിച്ചു വന്നിട്ടുണ്ടോ എന്നത് അജ്ഞാതമാണ്. ഈ മലയിൽ കാണുന്ന ജ്യോതിപ്പുല്ലുകൾ വെള്ളത്തിൽ നനച്ചു വെച്ചാൽ രാത്രിയിൽ പ്രകാശിക്കും. സിദ്ധന്മാർ രാത്രികാലങ്ങളിൽ ഈ വെളിച്ചം പ്രയോജനപ്പെടുത്തിയതായാണ് വിവരങ്ങൾ. അമാവാസി പൗർണമി നാളുകളിൽ സിദ്ധന്മാരും ഋഷികളും മഹാലിംഗ പൂജയ്ക്കായി കൂട്ടം കൂട്ടമായി നക്ഷത്രങ്ങളായി മലയിൽ വീഴുമെന്നതാണ് ഭക്തജന സംസാരം. ഇത് ദർശിച്ച ഭക്തന്മാർ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതുപോലെ അവിശ്വസനീയമായ എത്രയോ സംഭവങ്ങൾ ഈ മലയിലുണ്ട്. 12,000 അതിശയങ്ങൾ നടന്ന മല എന്നതാണ് ചതുരഗിരിയെപ്പറ്റി അഗസ്ത്യരുടെ അഗസ്ത്യനാടിയിൽ പരാമർശിച്ചിരിക്കുന്നത്. ചതുരഗിരിയിലെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ്. കോട്ടയൂർ ഗ്രാമത്തിൽ പശുക്കളെ മേയ്ക്കുന്ന കോണാർ ജാതിയിൽ പിറന്നയാൾ പച്ചേമാൽ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളാണ് തില്ലേക്കോൺ തിലകമതി ദമ്പതികൾ. പച്ചേമാലുടെ ഭാര്യയാണ് സടമങ്കെ. വീട്ടിലെ പശുക്കളുടെ പാൽ വിറ്റ് ഉപജീവനം കഴിക്കുന്ന കുടുംബം. ദിനവും സടമങ്കെ ഭർത്തൃപിതാവിന്റെ വീട്ടിലേക്ക് പാൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വരുന്ന പതിവുണ്ട്. ഒരു നാൾ സടമങ്കെ പാൽ കൊണ്ടുപോകുമ്പോൾ എതിരെ ഒരു സന്യാസി വന്ന് ദാഹിക്കുന്നു, എനിക്ക് പാൽ തരുമോ എന്ന് ചോദിച്ചു. ദാനശീലിയായ സടമങ്കെ സന്യാസിക്ക് പാൽ കൊടുത്തു. ബാക്കി പാൽ ഭർത്തൃവീട്ടിലേക്ക് കൊണ്ടുപോയി. ദിനവും ഇതാവർത്തിച്ചു. കൊണ്ടുവരുന്ന പാലിലെ കുറവ് കണ്ട് ഒരു നാൾ പച്ചേമാലുടെ പിതാവ് മകനോട് വിവരമന്വേഷിച്ചു. കാരണം കണ്ടുപിടിക്കാനായി പച്ചേമാൽ ഭാര്യ പാൽ കൊണ്ടുപോകുമ്പോൾ അവരറിയാതെ ഒരു നാൾ അവരെ പിന്തുടർന്നു. സന്യാസിക്ക് പാൽ കൊടുത്തത് മനസ്സിലാക്കി കോപത്തോടെ ഭാര്യയെ അടിച്ചു. ഇത് മനസ്സിലാക്കിയ സന്യാസി സടമങ്കയുടെ മേൽ സഹതാപം തോന്നി അവരെ ശിലയാക്കി ജടാധാരിയമ്മൻ എന്ന നാമം വെച്ച് കാവൽ ദൈവമാക്കി. ഭാര്യയെ പിരിഞ്ഞ പച്ചേമാലിന് തന്റെ തെറ്റ് മനസ്സിലായി. അദ്ദേഹം പശ്ചാത്താപ വിവശനായി ശിവഭക്തർക്കെല്ലാം പാൽ കൊടുത്ത് സഹായിച്ചു. അങ്ങനെ ഇരിക്കെ സുന്ദരാനന്ദ സിദ്ധർ അവിടെ എത്തി. പച്ചേമാൽ അദ്ദേഹത്തിനും മറ്റു സിദ്ധന്മാർക്കും ശിവപൂജയ്ക്ക് പാൽ കൊടുത്തു. ഒരു നാൾ ശിവഭഗവാൻ ഒരു ശിവഭക്തന്റെ വേഷത്തിൽ വന്ന് പൂജയ്ക്ക് പാൽ കൊടുക്കുന്ന കാരാം പശുവിന്റെ പാൽ കറന്നു കുടിച്ചു. കാരാം പശു എന്നത് കറുത്ത നിറത്തിലുള്ള ത്വക്കും അകിടും നാക്കുമുള്ള പശുവാണ്. അഭിഷേകങ്ങൾക്ക് ഈ കറുത്ത പശുവിന്റെ പാല് ഉത്തമം എന്നാണ് വിശ്വാസം. ശിവഭക്തൻ പാൽ കറന്നു കുടിക്കുന്ന കാഴ്ച കണ്ട് പച്ചേമാൽ കോപിഷ്ഠനായി പശുവിനെ വിരട്ടാൻ ഉപയോഗിക്കുന്ന വടി കൊണ്ട് ശിവഭക്തന്റെ തലയിലടിച്ചു. ഭഗവാൻ പച്ചേമാലിനും സിദ്ധന്മാർക്കും പുലിത്തോളണിഞ്ഞ രൂപത്തിൽ ദർശനം കൊടുത്തു. പച്ചേമാൽ കരഞ്ഞുകൊണ്ട് ഭഗവാനോട് മാപ്പപേക്ഷിച്ചപ്പോൾ ഭഗവാൻ ഇങ്ങനെ ഉര ചെയ്തു: പച്ചേമാൽ, നീ ദേവലോകത്തുള്ള യാഴ്വല്ല ദേവൻ, നമ്മെ യാഴ്മീട്ടി ആനന്ദിപ്പിക്കുന്നവൻ. നിനക്ക് ഗൃഹസ്ഥാശ്രമത്തിൽ ആശ വന്നതിനാലാണ് നമ്മുടെ ശാപത്താൽ നീ പച്ചേമാലായും അപ്സരസ് സടമങ്കയായും ഭൂമിയിൽ പിറന്നത്. ശാപകാലം കഴിഞ്ഞു, ഇനി നീ നമ്മോടൊപ്പം പോരുക. ഇത്രയും പറഞ്ഞ് ഭഗവാൻ പച്ചേമാലിനെ തന്നോടൊപ്പം കൊണ്ടുപോയി എന്നാണ് കഥ.
സിദ്ധന്മാരുടെ അഭ്യർത്ഥന പ്രകാരം ഭഗവാൻ മഹാലിംഗമായി ഇവിടെ കുടികൊണ്ടെന്നാണ് ചതുരഗിരി പുരാണം പരാമർശിക്കുന്നത്. അതാണ് ക്ഷേത്രത്തിലെ മൂലവർ സുന്ദര മഹാലിംഗം. വേറൊരു കഥ പ്രകാരം ചതുരഗിരി മലയിൽ ഒരു നാൾ പച്ചേമാൽ എന്നയാൾ പശുക്കളെ മേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കാരാമ്പശു മാത്രം ദിനവും പാൽ ചുരത്തുന്നില്ല. അതിന് കാരണമന്വേഷിച്ച് പച്ചേമാൽ പശുവിന്റെ പുറകെ പോയപ്പോൾ പശു ഒരിടത്ത് രഹസ്യമായി നിന്ന് പാൽ ചുരത്തുന്നു. പച്ചേമാൽ പശുവിനെ ഒരു കമ്പെടുത്ത് അടിച്ചപ്പോൾ പശു ഓടി അപ്രത്യക്ഷമായി. പകരം പാൽ ചുരത്തിയെടുത്ത് തലയിൽ രക്തമൊലിക്കുന്ന മുറിവോടെ ഒരു ശിവഭക്തൻ നിൽക്കുന്നു. പച്ചേമാൽ അടുത്തു കണ്ട ചെടിയിലെ ഇല പിച്ചിയെടുത്ത് മുറിവിൽ വെച്ചതും രക്തം നിന്ന് തലയിൽ തഴമ്പ് കാണപ്പെട്ടു. ശിവഭക്തന്റെ രൂപത്തിൽ വന്ന ശിവഭഗവാൻ പച്ചേമാലിന് ദർശനം കൊടുത്ത് താനിവിടെ കുടികൊള്ളുകയാണെന്നും തനിക്ക് കോവിൽ നിർമ്മിക്കാനും നിർദ്ദേശിച്ചു. പച്ചേമാൽ ആ നാട്ടിലെ മറ്റുള്ളവരോടൊപ്പം ചേർന്ന് ഭഗവാന് ഇവിടെ കോവിൽ നിർമ്മിച്ചു എന്നാണ് ഐതിഹ്യം. ശിവഭഗവാനെ പോലെ അമ്പാളും ഇവിടെ നിരന്തരമായി കുടികൊള്ളണമെന്ന ആഗ്രഹത്താൽ സിദ്ധന്മാർ നവരാത്രി നാളുകളിൽ കടും തപം അനുഷ്ഠിച്ചു. ദേവി ആനന്ദമയിയായി സമ്മതിച്ച് ആനന്ദവല്ലി എന്ന നാമത്തിൽ ലിംഗവടിവിൽ ഇവിടെ കുടികൊണ്ടു. സുന്ദരമഹാലിംഗം ക്ഷേത്രത്തിന് പിൻവശത്തുള്ള ആനന്ദവല്ലിയമ്മൻ സന്നിധി അതാണ്. നവരാത്രിയിൽ അമ്പാളുടെ ഉത്സവമൂർത്തിക്ക് ശിവേലിയും വിജയദശമിക്ക് ദേവിക്ക് മഹിഷാസുരമർദ്ദിനി അലങ്കാരവും ചാർത്തുന്നു. ചതുരഗിരിയിലെ ചന്ദനമഹാലിംഗം കോവിലിന്റെ ഐതിഹ്യം ഇപ്രകാരം. ഭൃംഗി മഹർഷി കൈലാസത്തിൽ ശിവഭഗവാനെ മാത്രം പൂജിച്ചപ്പോൾ കുപിതയായ പാർവതി ദേവി ഈശന്റെ ശരീരത്തിൽ തനിക്കും ഇടം വേണമെന്ന് അഭ്യർത്ഥിച്ച് ചതുരഗിരിയിൽ ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചു. പൂജയ്ക്കായി ദേവി വരുത്തിയ തീർത്ഥമാണ് ക്ഷേത്രത്തിനരികിലൂടെ ഒഴുകുന്ന ആകാശഗംഗ. ദേവി ഈ തീർത്ഥം കൊണ്ട് ഭഗവാന് ചന്ദനാഭിഷേകം നടത്തി ഭഗവാനെ പൂജിച്ചു. അതാണ് ക്ഷേത്രത്തിലെ ചന്ദന മഹാലിംഗം. ദേവിയുടെ പൂജയിൽ സംപ്രീതനായ ഭഗവാൻ ദേവിയെ ഭഗവാന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി അർദ്ധനാരീശ്വരനാവാമെന്ന് ഉറപ്പുകൊടുത്തു. ദേവിയുടെ സഹായികളായ സപ്തകന്യകമാർക്ക് നീരാടാനായി ദേവി സൃഷ്ടിച്ചതാണ് മഞ്ഞളാറ്റ് തീർത്ഥം. ദേവി ചന്ദനമഹാദേവി എന്ന നാമത്തിൽ ചന്ദനമഹാലിംഗം സന്നിധിക്കടുത്തുള്ള കോവിലിൽ സന്നിധി കൊള്ളുന്നു. പൊതികമലയും വെള്ളിയങ്കിരി മലയും പർവ്വതമലയും കഴിഞ്ഞാൽ മല കയറുന്ന ഭക്തർക്ക് വെല്ലുവിളി നിറഞ്ഞതാണ് ചതുരഗിരി. ചതുരഗിരി സുന്ദരമഹാലിംഗം കോവിലിലേക്ക് വിരുദുനഗർ ജില്ലയിൽ വരുത്തുരായപ്പ് താണിപ്പാറ വഴിയും, മധുര ജില്ലയിൽ കാപ്റ്റൂർ വാഴത്തോപ്പ് വഴിയും, തേനി ജില്ലയിൽ വരുസനാട് ഉപ്പുത്തുറ വഴിയും പ്രവേശിക്കാം. താണിപ്പാറ വഴിയാണ് ഭക്തർ കൂടുതലും ചെല്ലുന്നത്. മറ്റു രണ്ടു പാതകളും കഠിനവും ദൂരവുമാണ്. മുമ്പ് മാസത്തിൽ അമാവാസി, പ്രദോഷം, പൗർണമി എന്നിവയോടനുബന്ധിച്ച് 8 നാൾ മാത്രമാണ് താണിപ്പാറ വഴി പ്രവേശനം അനുവദിച്ചിരുന്നത്. മറ്റു വഴികളാവട്ടെ വർഷത്തിൽ ആടി അമാവാസി ഒരു നാൾ മാത്രവും. ഇപ്പോൾ സുപ്രീം കോടതി വിധി പ്രകാരം എല്ലാ ദിവസവും ചതുരഗിരിക്ക് പോകാം. മഴക്കാലത്ത് മലപ്പാത സുഗമമല്ലാത്തതിനാലും വന്യമൃഗങ്ങളുടെ പോക്കുവരവ് അധികമായതിനാലും മലയിൽ ഒരുപാട് അരുവികൾ ഉള്ളതിനാലും തീർത്ഥാടകരുടെ സുരക്ഷയെ കരുതി വനപാലകരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നത് ഉത്തമം. 1977 100 പേരും 2015 8 തീർത്ഥാടകരും മലകയറ്റത്തിനിടയിൽ മരണപ്പെട്ടതായാണ് കണക്ക്. താണിപ്പാറ എന്നത് ചതുരഗിരി മലയടിവാരത്തിലുള്ള ഗ്രാമമാണ്. ഏകദേശം 6 കിലോമീറ്റർ കരടുമുരടായ ചെങ്കുത്തായ കാട്ടുവഴിയിലൂടെ നടന്നു വേണം സുന്ദരമഹാലിംഗം കോവിലിലേക്ക് എത്തുവാൻ. നല്ല ശാരീരിക ക്ഷമതയുള്ളവർക്ക് 3 മണിക്കൂർ കൊണ്ടും അല്ലാത്തവർക്ക് 5 മണിക്കൂർ കൊണ്ടും മലകയറ്റം പൂർത്തിയാക്കാമെന്നാണ് പറയുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വൃദ്ധജനങ്ങൾക്കും മല കയറുന്നതിന് തടസ്സമില്ല. ചെരുപ്പ് ധരിച്ചുകൊണ്ട് മല കയറുന്നതും അനുവദനീയമാണ്. രാവിലെ 6 മണി മുതൽ രാവിലെ 10 മണി വരെ മാത്രമാണ് മലകയറ്റം അനുവദിക്കുന്നത്. വൈകുന്നേരം 4 മണിയോടെ തിരിച്ചെത്തണം എന്നാണ് പറയുന്നത്. രാത്രിയിൽ ഭക്തർ മലയിൽ തങ്ങുന്നത് പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. ഭക്തർ തലേ ദിവസം രാത്രിയിൽ മലയടിവാരത്തിൽ താമസിച്ച് ശുദ്ധിയായി അതിരാവിലെ മലകയറ്റം ആരംഭിക്കുന്നു. അടിവാരത്ത് ഭക്തർക്ക് താമസിക്കാൻ മുറികളും അടിസ്ഥാന സൗകര്യങ്ങളും സൗജന്യ അന്നദാന മഠങ്ങളും ഭക്തരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും പൂജാദ്രവ്യങ്ങളും വെള്ളം പോലെയുള്ള അത്യാവശ്യ സാധനങ്ങളും വനമൂലികകളും വാങ്ങാൻ കടകളുമുണ്ട്. അവിടെയുള്ള ചെക്ക് പോസ്റ്റിൽ ഒരു ചെറിയ ഫീസ് അടച്ച ശേഷം യാത്രികരുടെ പേര് വിവരങ്ങളും ആധാർ കാർഡും പരിശോധിച്ച ശേഷമാണ് ഭക്തരെ മലകയറ്റത്തിന് അനുവദിക്കുന്നത്. ഇവിടെയും പ്ലാസ്റ്റിക് സാധനങ്ങൾ കൊണ്ടുപോകാൻ അനുമതിയില്ല. ചാമ്പൽ മലയെണ്ണാൻ വന്യജീവി സങ്കേതം ഇവിടെയാണ്. ആശീർവാദ വിനായകരെ പ്രാർത്ഥിച്ച ശേഷം ഭക്തർ മലകയറ്റം ആരംഭിക്കുന്നു. തുടക്കം നല്ല ഗ്രാനൈറ്റ് പാതയാണ്. പോകുന്ന വഴിയിൽ തങ്കക്കാളിയമ്മൻ, ഭൈരവർ, കറുപ്പണ്ണസ്വാമി, വനപേച്ചിയമ്മൻ കോവിലുകൾ കാണാം. വനമധ്യത്തിലൊരിടത്ത് ഒരു മരം ഭക്തർ ഭൈരവരെന്ന് വിളിക്കുന്ന നായരൂപത്തിൽ നിൽക്കുന്നതും കാണാം. തുടക്കത്തിൽ മാത്രമാണ് നല്ല പാതകൾ. പിന്നീട് അങ്ങോട്ട് കോവിൽ വരെ ചെങ്കുത്തായ കയറ്റങ്ങളും കരടുമുരടായ പാതകളുമാണ്. സ്വല്പനേരം സമതല മൺപാതകളിലൂടെ നടന്നെത്തുമ്പോൾ കുതിരയൂട്ട് എന്ന മാങ്കനി ഓട. ഈ അരുവിയിൽ മഴക്കാലത്ത് വെള്ളമുണ്ടാവും. ഈ അരുവി മുറിച്ചു കടക്കാനായി ഭക്തർക്ക് സൗകര്യത്തിന് കയറ് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് കരടുമുരടായ മലകയറ്റം ആരംഭിക്കുകയായി. അടുത്തത് വഴുക്കുപാറ, മലട്ടാർ ഓട, പിന്നെ സംഗിലിപ്പാറ, അത്തിയൂട്ട്, കോണത്തലവാസൽ. ഏകദേശം 1/4 ഭാഗം ദൂരം പിന്നിട്ടിരിക്കും അപ്പോഴേക്കും. കോണത്തലവാസൽ എന്നത് ചെങ്കുത്തായ പാറയാണ്.
അത് കഴിഞ്ഞാൽ വഴിക്കരികിൽ അത്രി മഹർഷി പൂജിച്ച ശിവലിംഗം. പിന്നെയും മേലോട്ട് നടന്നാൽ കാരാമ്പശുത്തടം. ഇവിടെയാണ് ശിവഭഗവാൻ ശിവഭക്തനായി വന്ന് കാരാമ്പശുവിന്റെ പാൽ കുടിച്ചത്. അടുത്തത് പടിവെട്ടിപ്പാറ. പാറയിൽ വഴുക്കാതിരിക്കാൻ ചെറിയ ചെറിയ പടികൾ ചെതുക്കിയിരിക്കുന്നു. അടുത്ത സ്ഥലം ഗോരക്കർ ഗുഹ തീർത്ഥം. ഇവിടെ അദ്ദേഹം ശിവഭഗവാനെ തപസ് ചെയ്തിരുന്നു എന്നാണ് വിശ്വാസം. ഈ ഗുഹയ്ക്കുള്ളിൽ പതഞ്ജലി മഹർഷിയുടെ ശിഷ്യൻ പ്രതിഷ്ഠിച്ച ശിവലിംഗമുണ്ട്. കരടുമുരടായ പാതയിലൂടെ മേലോട്ട് നടന്നാൽ കുളിരാട്ടി തീർത്ഥം. ഗോരക്കർ ഗുഹയിലേക്ക് പോകുന്നത് സ്വല്പം കഠിനമാണ്. കീഴെ തീർത്ഥമുള്ളതിനാൽ പാറയിൽ പിടിപ്പിച്ച ചങ്ങലയിൽ പിടിച്ചാണ് ഭക്തർ അങ്ങോട്ട് പോകുന്നത്. ഭക്തർ യാത്രയുടെ പാതി ദൂരം പിന്നിടുമ്പോൾ ഇരട്ടലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ചെറിയ ക്ഷേത്രം കാണാം. ഇതിന് പിന്നിലെ ഐതിഹ്യം ഇങ്ങനെ: ആനന്ദസുന്ദരം എന്ന വ്യാപാരി തീവ്ര ശിവഭക്തൻ. അദ്ദേഹത്തിന്റെ ഭാര്യ ആണ്ടാൾ കടുത്ത വിഷ്ണുഭക്ത. ഭഗവാന്മാരിൽ ആരാണ് ഉന്നതൻ എന്ന് അവർക്കിടയിൽ തർക്കമുണ്ടായി. അത് പരിഹരിക്കാൻ അവർ ചതുരഗിരിയിൽ ധ്യാനത്തിലേർപ്പെട്ടു. അവർക്ക് ശിവഭഗവാൻ ദർശനം കൊടുത്തപ്പോൾ ആനന്ദസുന്ദരം ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു: ഭഗവാനെ, അങ്ങു മാത്രമാണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ എന്ന് ഇവരോട് പറഞ്ഞു കൊടുത്താലും. അപ്പോൾ ആണ്ടാൾ ശിവഭഗവാനോട് ഞാൻ താങ്കളെ കാണാനല്ല ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞു. ഇത് കേട്ട് വിഷ്ണു ഭഗവാനും ശിവഭഗവാനും ശങ്കരനാരായണരായി ഇരുവർക്കും ദർശനം കൊടുത്തു. ഹരിയും ശിവനും ഒന്ന് എന്ന തത്വത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ് ഈ ഇരട്ടലിംഗം എന്നാണ് വിശ്വാസം. രാമദേവർ സിദ്ധർ ഈ ഇരട്ടലിംഗം പ്രതിഷ്ഠിച്ചു പൂജിച്ചു എന്നാണ് പറയുന്നത്. എതിരിൽ രാമദേവർ സിദ്ധരുടെ ഗുഹയുമുണ്ട്. കുറച്ച് മേലോട്ട് നടന്നു ചെന്നാൽ ചിന്നപ്പശുക്കട എന്ന സ്ഥലം. അതിനടുത്ത് ഞാവൽ ഊട്ട്. ഈ അരുവിയിലെ ജലം രോഗങ്ങൾ മാറ്റുമെന്നാണ് വിശ്വാസം. അത് കഴിഞ്ഞാൽ വനപേച്ചിയമ്മൻ സന്നിധി, ആനപ്പാറ, പെരിയ പശുക്കിട എന്നിങ്ങനെ അടയാളപ്പെടുത്തിയ പാറകൾ. യാത്രയിൽ റെസ്റ്റ് റൂമുകളും ജലം ശേഖരിക്കാൻ സൗകര്യവും പാറപ്പുറത്ത് ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. അടുത്തത് പിലാവടി കറുപ്പ് കോവിൽ. ഇവിടെ എത്തുമ്പോഴേക്കും ഭക്തർ യാത്രയുടെ 3/4 ഭാഗം ദൂരം പിന്നിട്ടിരിക്കും. പ്ലാവ് മരത്തിനടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രത്തിലെ മൂർത്തിയാണ് പിലാവടി കറുപ്പസ്വാമി. ഇവിടെ അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കാനുണ്ടായ കാരണം ഇപ്രകാരമാണ്: തീവ്ര ശിവഭക്തനായ ഒരു വ്യാപാരിക്ക് ശിവൻകോവിൽ നിർമ്മിക്കണമെന്നൊരു ആഗ്രഹം ഉദിച്ചു. പക്ഷേ അത്രയും പണം അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഈ ആവശ്യത്തിനായി അദ്ദേഹം പലരെയും സമീപിച്ചു. പക്ഷേ എല്ലാവരും കൈമലർത്തി. അങ്ങനെയിരിക്കെ വ്യാപാരിയോട് ആരോ ഒരാൾ കാളങ്കിനാഥർ സിദ്ധർ ചതുരഗിരിയിലുണ്ടെന്നും അദ്ദേഹത്തെ പോയി കണ്ടാൽ കാര്യം സാധിക്കും എന്നും പറഞ്ഞു. വ്യാപാരി ചതുരഗിരിയിൽ കാളങ്കിനാഥരുടെ അടുത്തെത്തി കാര്യം പറഞ്ഞു. സിദ്ധരെ സഹായിച്ചുകൊണ്ട് മലയിൽ കഴിഞ്ഞുകൂടി. വ്യാപാരിയുടെ ആത്മാർത്ഥതയിൽ മനമിറങ്ങിയ കാളങ്കിനാഥർ സിദ്ധർ മൂലികച്ചാറുകൾ കൊണ്ട് രസവിദ്യയാൽ താഴ്ന്നതരം ലോഹത്തെ തങ്കമാക്കി വ്യാപാരിയോട് ആവശ്യമുള്ളത് എടുത്തുകൊള്ളാൻ പറഞ്ഞു. വ്യാപാരി കോവിൽ നിർമ്മിക്കാൻ ആവശ്യമുള്ള തങ്കം മാത്രം എടുത്തുകൊണ്ടുപോയി കോവിൽ നിർമ്മിച്ചു. ബാക്കി വന്ന തങ്കത്തെയും അത് തയ്യാർ ചെയ്യാൻ ഉപയോഗിച്ച മൂലിക തൈലത്തെയും ഒരു കിണറ്റിൽ ഇട്ട് ഒരു പാറ കൊണ്ട് മൂടി ഈ തൈലക്കിണറ്റിന് കാവലായി കറുപ്പസ്വാമിയെ നിയമിച്ചു എന്നാണ് ഐതിഹ്യം. ഇവിടെയുള്ള തീർത്ഥം കാളങ്കിനാഥർ സൃഷ്ടിച്ചത്. ഭക്തർ ഇവിടെ പ്രാർത്ഥിച്ച ശേഷം മല കയറുന്നു. കുറച്ചുകൂടി ദൂരം പോയാൽ മൂടിക്കാണിക്ക കൊടുക്കാനുള്ള സൗകര്യങ്ങളും പൂജാ സാധനങ്ങൾക്കും മലവിഭവങ്ങൾക്കും ഭക്ഷണ സാധനങ്ങൾക്കുമായി കുറച്ച് കടകളുണ്ട്. വില സ്വല്പം കൂടുതലാണെന്ന് മാത്രം. അല്പം കൂടി നടന്നാൽ സുന്ദരമഹാലിംഗം ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടം കാണാം. ഈ മലയിൽ പ്രധാനമായും സുന്ദരമഹാലിംഗം, സുന്ദരമൂർത്തിലിംഗം, ചന്ദനമഹാലിംഗം, ഇരട്ടലിംഗം, കാട്ടുലിംഗം എന്നിങ്ങനെ 5 കോവിലുകളാണുള്ളത്. ആദ്യകാലത്ത് ആദിവാസി ജനതയായ പളിങ്കർ പൂജിച്ചിരുന്ന മൂർത്തിയാണ് ഇവിടത്തെ മൂലവർ. ഇന്നും മലയിൽ ആ സമൂഹം ജീവിക്കുന്നുണ്ട്. പല സാധനങ്ങളും കീഴെ നിന്ന് കോവിലിലേക്ക് കൊണ്ടുവരാൻ അവരെ നിയമിച്ചിട്ടുണ്ട്. ഈ കോവിൽ തിരുമല നായ്ക്കരുടെ ഭരണകാലത്ത് നായ്ക്കർ സമുദായത്തിന്റെ കൈകളിലേക്ക് വന്നു. കാപ്റ്റൂർ രാജകമ്പളം സമുദായത്തിലുള്ള രാമസ്വാമി കാട്ടയ നായ്ക്കരാണ് ക്ഷേത്രം പുനർനിർമ്മാണം ചെയ്തത്. 1950 വനപാലകരുടെ നിയന്ത്രണത്തിലാണ് ക്ഷേത്രം. സുന്ദരമഹാലിംഗം ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിനരികിലാണ് സുന്ദരമൂർത്തിലിംഗം സന്നിധി. കൈലാസത്തിൽ ശിവപാർവതിമാരുടെ വിവാഹം നടക്കുമ്പോൾ സകല ദേവഗണങ്ങളും ഋഷികളും അവിടെ ഒത്തുകൂടിയതിനാൽ തകരാറിലായ ഭൂമിയുടെ സന്തുലനാവസ്ഥ ശരിയാക്കാൻ ശ്രീ പരമേശ്വരന്റെ നിർദ്ദേശപ്രകാരം അഗസ്ത്യ മഹർഷി പൊതികമലയിലേക്ക് പോകുന്ന വഴിയിൽ ഇവിടെ ചതുരഗിരിയിൽ ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജിച്ചു. പിന്നീട് സുന്ദരാനന്ദ സിദ്ധർ ആ ശിവലിംഗത്തെ പൂജിച്ചതിനാൽ സുന്ദരമൂർത്തിലിംഗം എന്ന നാമം വന്നു. അഗസ്ത്യർ ചതുരഗിരിയിൽ തങ്ങിയ മലയാണ് കുംഭമല. രാത്രി 12 മണിക്ക് സിദ്ധന്മാർ വന്ന് ഈ ശിവലിംഗത്തെ പൂജിക്കുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ അറിയാതെ പോലും അർദ്ധരാത്രിക്ക് ആരും ഈ സന്നിധിക്കടുത്തേക്ക് പോകാറില്ല എന്നാണ് പറയുന്നത്. കുറച്ച് പടികൾ കയറി മേലെ പോയാൽ സുന്ദരമഹാലിംഗം സന്നിധി. ഐതിഹ്യപ്രകാരം കുറച്ച് ചരിഞ്ഞിരിക്കുന്ന സ്വയംഭൂ ശിവലിംഗത്തിന്റെ ശിരസിൽ അടികൊണ്ട തഴമ്പുണ്ട്. ആഗ്രഹിച്ചത് സാധിച്ചു തരുന്ന ഭഗവാനാണിത്. ആടി അമാവാസിക്കൊഴികെ മറ്റ് അമാവാസി ദിവസങ്ങളിലെല്ലാം ഇവിടെ ഭക്തർക്ക് തേനും തിനമാവുമാണ് പ്രസാദമായി നൽകുന്നത്. ആടി അമാവാസിക്ക് 50,000 പേരെങ്കിലും സന്ദർശിക്കുന്ന പുണ്യക്ഷേത്രമാണിത്. ക്ഷേത്രത്തിന് പിൻവശത്താണ് ആനന്ദവല്ലിയമ്മൻ സന്നിധി. ദേവി ശിവലിംഗ രൂപത്തിൽ കുടികൊള്ളുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. കുറച്ചുകൂടി ദൂരം നടന്നാൽ ചന്ദനമഹാലിംഗം കോവിൽ.
ഒരു ചെറിയ പാലം കടന്നു വേണം ക്ഷേത്രത്തിലെത്താൻ. ഇവിടെയുള്ള സന്നിധിയിൽ പാർവതീദേവി പ്രതിഷ്ഠിച്ച ശിവലിംഗം ചന്ദന മഹാലിംഗം എന്ന നാമത്തിൽ അനുഗ്രഹം ചൊരിയുന്നു. ഈ ശിവലിംഗത്തിന് ഗംഗാതീർത്ഥം കൊണ്ടാണ് അഭിഷേകം. ഈ ശിവലിംഗം സട്ടേനാഥർ സിദ്ധർ പൂജിച്ചിരുന്നു. മഹാശിവരാത്രിക്ക് ഭക്തർക്ക് ചന്ദന മഹാലിംഗ സ്വാമിക്ക് സ്വന്തം കയ്യാൽ പൂച്ചൊരിയാം. ഈ ക്ഷേത്രത്തിനടുത്ത് ചന്ദന മഹാദേവി സന്നിധിയുണ്ട്. അതല്ലാതെ ചന്ദനമുരുകൻ, ചന്ദന വിനായകർ, സപ്തകന്യകമാർ എന്നിവർക്കും സന്നിധിയുണ്ട്. ഇവിടെ ചെമ്പകപ്പൂ ഉണക്കി ഭസ്മത്തിൽ കലർന്നതാണ് പ്രസാദമായി നൽകുന്നത്. ചന്ദന മഹാലിംഗം ക്ഷേത്രത്തിൽ നിന്നും കുറച്ചു ദൂരം ചെന്നാൽ 18 സിദ്ധന്മാരുടെ പ്രതിഷ്ഠയുള്ള കോവിലും അവിടെയുള്ള പാറയിൽ ഗുഹയുമുണ്ട്. ചതുരഗിരി കോവിലിന്റെ മേൽഭാഗത്തുള്ള ഇരുണ്ട വനമാണ് കാളികാവനം. ഈ വനത്തിൽ നിന്ന് വരുന്ന തീർത്ഥമാണ് ചന്ദന മഹാലിംഗ തീർത്ഥം. പാർവതീദേവി സൃഷ്ടിച്ച ആകാശഗംഗാ തീർത്ഥവും ഇതിലൂടെ ഒഴുകുന്നു. ചതുരഗിരിയിലുള്ള ചന്ദ്രതീർത്ഥത്തിൽ നീരാടിയാൽ പഞ്ചപാതകങ്ങൾ മാറും. ചന്ദ്രതീർത്ഥത്തിന്റെ വടക്കുഭാഗത്തുള്ള കൗഡിന്യ തീർത്ഥം ദൈവിക തീർത്ഥമാണ്. വരൾച്ചയിൽ ഇവിടെ തപസ്സിരുന്ന സിദ്ധന്മാരും ഋഷികളും വലഞ്ഞപ്പോൾ ശിവഭഗവാൻ തന്റെ തിരുജടയിലെ ഗംഗയിൽ നിന്നും ഒരു തുള്ളി 4 മലകൾക്കിടയിൽ വിട്ട് ശിവലിംഗത്തിൽ മറഞ്ഞു എന്നാണ് ഐതിഹ്യം. പല പുണ്യനദികളിൽ നീരാടിയ സൗഭാഗ്യം പാപകരി നദി എന്നറിയപ്പെടുന്ന ഈ തീർത്ഥത്തിനുണ്ട്. ആടി അമാവാസി, തൈ അമാവാസി, മഹാളയ അമാവാസി, മഹാശിവരാത്രി, ചിത്ര പൗർണമി, മാർഗഴി ആദ്യനാൾ, പൗർണമി ദിവസങ്ങൾ ക്ഷേത്രത്തിൽ വിശേഷപ്പെട്ടത്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് സൗജന്യ അന്നദാനത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾക്കും പ്രയാസമില്ല. കീഴെ നിന്ന് പൈപ്പ് ലൈൻ വഴി വെള്ളം മേലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിലും വൈദ്യുതി സൗകര്യമില്ല. ജനറേറ്ററാണ് ഉപയോഗിക്കുന്നത്. യാത്രക്കിടയിൽ വഴിതെറ്റി ഭക്തർ നിന്നാൽ എങ്ങു നിന്നെന്നറിയില്ല ഭൈരവർ രൂപത്തിൽ പർവ്വതമലയിലേതുപോലെ നായ് വന്ന് വഴികാട്ടുന്ന അതിശയം ഇവിടെയും നടക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചതുരഗിരി മഹാലിംഗ സ്വാമിയെ ദർശിക്കുന്നത് കോടി കോടി പുണ്യം. പൂജാ സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ മധുരയിൽ നിന്ന് 80 കിലോമീറ്റർ, തേനിയിൽ നിന്ന് 90 കിലോമീറ്റർ, വിരുദുനഗറിൽ നിന്ന് 45 കിലോമീറ്റർ, ശ്രീവില്ലിപുത്തൂരിൽ നിന്ന് 40 കിലോമീറ്റർ, വരുത്തുരായ്പ് നിന്ന് 10 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ശ്രീവില്ലിപുത്തൂർ, രാജപാളയം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.